സുഹൃത്തുക്കളെ, ക്ലിനിക്കലി സ്പീക്കിംഗ് എന്ന സീരീസിന്റെ 4ാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഡിപ്രഷൻ അഥവാ വിഷാദ രോഗം വളരെ സർവ്വസാധാരണമായിരിക്കുകയാണ്. അതിന്റെ ലക്ഷണങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. പേര് സൂചിപ്പിക്കുന്നത് പോലെ വിഷാദ രോഗത്തിന്റെ പ്രധാന ലക്ഷണം സങ്കടം അല്ലെങ്കിൽ വിഷമം തന്നെയാണ്. അതോടൊപ്പം മുൻപ് ആസ്വദിച്ച് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ സന്തോഷം തോന്നാതെ ഇരിക്കുക, അധികരിച്ച നെഗറ്റീവ് ചിന്തകൾ, ഒറ്റയ്ക്കിരിക്കാനും ഇരുട്ടത്തിരിക്കാനും വെറുതെ കരയാനും തോന്നുക, ചെയ്യുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും ബുദ്ധിമുട്ടുക, അവനവനെ കുറിച്ചുള്ള മതിപ്പ് കുറയുക, ഭാവിയെക്കുറിച്ച് ആശങ്കയും കടുത്ത നിരാശയും തോന്നുക, അനാവശ്യമായ സ്വയം കുറ്റപ്പെടുത്തൽ, ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല, മരിക്കുന്നതാണ് നല്ലത് എന്ന് തോന്നുക, കിടന്നാലും ഉറങ്ങാൻ താമസിക്കുക, രാത്രി പല പ്രാവശ്യം ഉറക്കം എണീക്കുക, അതിരാവിലെ ഉറക്കം എണീറ്റ ശേഷം വീണ്ടും ഉറങ്ങാൻ പറ്റാതെ വിഷമിക്കുക, ചിലർക്കാണെങ്കിൽ ഉറക്കം കൂടുക, കട്ടിലിൽ നിന്ന് എണീക്കാൻ തോന്നാതെ ഇരിക്കുക, എത്ര ഉറങ്ങിയാലും മതിയാകാതെ വരിക. വിഷാദരോഗം വരുമ്പോൾ ചിലർക്ക് ഭക്ഷണത്തിനോട് താല്പര്യം കുറയുകയും ശരീരഭാരം കുറയുകയും ചെയ്യുമ്പോൾ മറ്റു ചിലർക്ക് സാധാരണയിൽ കൂടുതൽ ഭക്ഷണം കഴിക്കാൻ തോന്നുകയും ഭാരം വർദ്ധിക്കുകയും ചെയ്യുന്നു. ചിലർ അമിതമായ വെപ്രാളം കാണിക്കുമ്പോൾ മറ്റു ചിലർ മിണ്ടാട്ടമോ ചലനമോ പോലും ഇല്ലാതെ വിമുഖരാകുന്നു. വിഷാദരോഗത്തിന്റെ മറ്റൊരു പ്രധാന ലക്ഷണമാണ് ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ഉത്സാഹക്കുറവും അമിതമായ ക്ഷീണവും അനുഭവപ്പെടുക എന്നത്. പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യം, ചെറിയ രീതിയിൽ ഇത്തരം പ്രശ്നങ്ങൾ ഒരു സാധാരണ വ്യക്തിയുടെ ജീവിതത്തിലും ഉണ്ടാകാറുണ്ട്. ജീവിതചര്യയെയും ജോലിയെയും സ്വാധീനിക്കുകയും മേൽപ്പറഞ്ഞ ലക്ഷണങ്ങൾ 2 ആഴ്ചയിലേറെ സ്ഥിരമായി നിലനിൽക്കുകയും ചെയ്താൽ മാത്രമേ വിഷാദ രോഗമായി കാണേണ്ടതുള്ളൂ. രോഗത്തിന്റെ ഗുരുതരാവസ്ഥയെ 3ആയി തിരിച്ചിട്ടുമുണ്ട്. ഒന്നാമത്തേത് ലഘു വിഷാദ രോഗം മൈൽഡ് ഡിപ്രഷൻ, രണ്ടാമത്തേത് ഗുരുതരമായ വിഷാദ രോഗം മോഡറേറ്റ് ഡിപ്രഷൻ, മൂന്നാമത്തേത് അതിഗുരുതരമായ വിഷാദ രോഗം സിവിയർ ഡിപ്രഷൻ. ഇതിൽ ഗുരുതരമായതോ അതീവ ഗുരുതരമായതോ ആയ വിഷാദ രോഗമുള്ളവർ ആത്മഹത്യാ പ്രവണത ഉള്ളവരായതിനാൽ ആത്മഹത്യാ ശ്രമം നടത്താനും അങ്ങനെ മരണപ്പെടാനും സാധ്യത ഏറെയാണ്. ഇവരിൽ ചിലർക്ക് മിഥ്യാധാരണകൾ അഥവാ ഡെലൂഷൻസ്, മതിഭ്രമം അഥവാ ഹാലുസിനേഷൻസ് എന്നിവയും ഉണ്ടാകാം. എല്ലാ പ്രായത്തിലും ഉള്ളവരിൽ വിഷാദ രോഗം കണ്ടുവരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്